തെരഞ്ഞെടുപ്പ് ചൂടിൽ കോട്ടയം ഇതുവരെ 55% ആളുകൾ വോട്ട് ചെയ്യാനെത്തി. വലിയ പോരാട്ടമാണ് കോട്ടയത്ത് നടക്കുന്നത്. 3 മുന്നണികളിലും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ ഉള്ള ശ്രമത്തിലാണ്. കോട്ടയത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജില്ലയിൽ നടക്കുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വലിയ ത്രികോണ മത്സരത്തിൻ്റെ ചൂടിലേക്ക് ജില്ല ഒന്നാകെ പോവുകയാണ്. അതിൻ്റെ കാഴ്ചകൾ തന്നെയാണ് പുലർച്ചെ മുതൽ തന്നെ ഓരോ ഇടങ്ങളിലും കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു തിരക്ക് തന്നെയാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും കണ്ടിരുന്നത്. രാവിലെ മുതൽ തന്നെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അതിതീവ്രമായുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ് നടന്നത്. അത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും അത് കൃത്യമായി തന്നെ കാണുകയും ചെയ്തു. കൃത്യമായി തന്നെ രാഷ്ട്രീയം കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലുള്ള സമകാലികമായി ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ സജീവമായി ചർച്ചയായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ മുന്നണിയെ സംബന്ധിച്ചോളം ഒരു പരീക്ഷണശാല കൂടിയാണ് കോട്ടയം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകളുടെ സ്വാധീനം, അതോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ചോളം ഈ കേരള കോൺഗ്രസ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ആ നേട്ടങ്ങൾ, അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ, മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി ആരെന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം ഇവിടെ നടക്കുമ്പോൾ UDF-നെ സംബന്ധിച്ചോളം ഉള്ളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ കൃത്യമായി ഒരു പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. BJP-യെ സംബന്ധിച്ചോളം, NDA-യെ സംബന്ധിച്ചോളം വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നു. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. എന്തായാലും വോട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ, ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള അതിതീവ്രമായുള്ള ഒരു ശ്രമങ്ങളിൽ തന്നെയാണ് മുന്നണികൾ ഒക്കെയുള്ളത്. എന്തായാലും ഇനി വോട്ട് ചെയ്യാനുള്ളവരെ കണ്ടെത്തി അവരെ പരമാവധി തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകളൊക്കെ ഉറപ്പിക്കാനുള്ള അതിതീവ്രമായുള്ള ഒരു ശ്രമത്തിലാണ് മുന്നണികൾ. അത്ര വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാണ് ഇക്കുറി കോട്ടയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.